നമസ്കാരം. മോൺസൺ മാവുങ്കൽ ഒന്നാം പ്രതിയായ തട്ടിപ്പു കേസിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച് പിണറായിയുടെ രാഷ്ട്രീയ പക. മോൺസൺ മാവുങ്കലിന്റെ ഉച്ഛിഷ്ടം തിന്നാൻ പോയവരുടെ കൂട്ടത്തിൽ മുൻ DGPയും മുൻ IG ലക്ഷ്മണയും മുൻ DIG സുരേന്ദ്രനുമൊക്കെ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സുധാകരനോട് രാഷ്ട്രീയ പക തീർത്തിരിക്കുകയാണ് പിണറായി വിജയൻ. സുധാകരനെ കേസിൽ രണ്ടാം പ്രതിയാക്കിയാണ് പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിട്ടുള്ളത്. എറണാകുളം ACJM കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കെ സുധാകരൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയിരിക്കുന്നതെന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം. ദുർഭരണം, കരിമണൽ കൊള്ള, മകൾ വീണ ഇടനിലക്കാരിയായി നടന്ന മാസപ്പടി, ഖജനാവിലെ ദാരിദ്ര്യം തുടങ്ങി എല്ലാം കൊണ്ടും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നതെങ്ങനെയെന്നത് CPMന് മുന്നിൽ പോലും ആശങ്ക നിറഞ്ഞ അവസ്ഥയിലാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പിണറായി വിജയൻ തന്നെ പടവാളെടുക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകളാണ് സുധാകരനെതിരെ പിണറായി പോലീസ് ചുമത്തിയിരിക്കുന്നത്. സുധാകരൻ മോൺസനൊപ്പം സാമ്പത്തിക തട്ടിപ്പിന് കൂട്ടുനിന്നെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. മോൺസൺ വ്യാജ ഡോക്ടർ ആണെന്ന് അറിഞ്ഞിട്ടും ഇത് മറച്ചുവെച്ചുവെന്നും മോൺസന്റെ വ്യാജ പുരാവസ്തു ശേഖരങ്ങളെ കുറിച്ച് അറിവുണ്ടായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സുധാകരൻ പ്രചാരണം നടത്തിയെന്നും കുറ്റപത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നു. മോൺസണിൽ നിന്നും സുധാകരൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് ആരോപിച്ചിരിക്കുന്നത്. DYSP R റസ്തയാണ് കുറ്റപത്രം കോടതിയിൽ നൽകിയത്. വളരെ ഗുരുതരമായ ഗൂഢാലോചന നടന്നുവെന്നും ശാസ്ത്രീയമായി തെളിവുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുധാകരനു പുറമെ മോൺസൺ മാവുങ്കലും എബിൻ എബ്രഹാമുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിലുള്ളത്. പരാതിക്കാർ മോൺസൺ മാവുങ്കലിന് 25 ലക്ഷം രൂപ നൽകിയതായും അതിൽ 10 ലക്ഷം സുധാകരന് കൈമാറിയെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി സുധാകരനെ നേരത്തെ കേസിൽ ചോദ്യം ചെയ്തിരുന്നു. കേസിൽ നേരത്തെ സുധാകരനെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിലാണ് 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സുധാകരനെ അറസ്റ്റ് ചെയ്യുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അന്ന് വിട്ടയക്കുകയാണ് ഉണ്ടായത്. മോൺസന്റെ തട്ടിപ്പിനിരയായ യാക്കൂബ് പുറായിൽ, സിദ്ദിഖ് പുറായിൽ, അനൂപ് V അഹമ്മദ്, സലീം എടത്തിൽ, MT ഷമീർ, ഷാനിമോൻ എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുധാകരനെ പ്രതിയാക്കുന്ന തെളിവുകൾ ലഭിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ച് വാദം. അതേസമയം സുധാകരനെതിരെ പോലീസ് നിർബന്ധപൂർവം പരാതി എഴുതി വാങ്ങുകയായിരുന്നു എന്നതാണ് പിന്നാമ്പുറ കളിയായി നടന്നിരിക്കുന്നത്. ഇതിനായി സുധാകരൻ മോൺസന്റെ വീട് സന്ദർശിച്ചപ്പോൾ എടുത്ത ചിത്രങ്ങളും പോലീസ് ഉപയോഗപ്പെടുത്തി. സുധാകരന്റെ സാന്നിധ്യത്തിലാണ് മോൺസന് 25 ലക്ഷം രൂപ കൈമാറിയതെന്നാണ് പരാതിക്കാർ ആരോപിച്ചിരുന്നത്. ഗൾഫിലെ രാജകുടുംബത്തിന് പുരാവസ്തുക്കൾ വിറ്റ ഇനത്തിൽ കിട്ടിയ 2.62 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞിരിക്കുകയാണെന്ന് മോൺസൺ വിശ്വസിപ്പിച്ചിരുന്നു. ബാങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ പണം പിൻവലിക്കാനുള്ള തടസ്സങ്ങൾ നീക്കാനായി കയ്യിൽ നിന്നു പലപ്പോഴായി 10 കോടി രൂപ വാങ്ങിയെന്നാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. 2018 നവംബർ 22-ന് കൊച്ചിയിലെ മോൺസന്റെ വീട്ടിൽ വെച്ച് സുധാകരൻ ഡൽഹിയിലെ തടസ്സങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും ഇതിന്റെ പേരിൽ മോൺസന് 25 ലക്ഷം കൂടി നൽകിയെന്നും ഇതിൽ 10 ലക്ഷം രൂപ സുധാകരൻ വാങ്ങിയെന്നാണ് പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം. മുൻ IG ലക്ഷ്മണനെയും മുൻ DIG സുരേന്ദ്രനെയും തട്ടിപ്പു കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇവർക്കെതിരെ വഞ്ചനാ കുറ്റമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. നന്ദി.